ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ തലയിൽ തേക്കുന്ന ഒരു എണ്ണയാണ്. നല്ല അടിപൊളിയാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണിത്. ഇതിന് ഞാൻ ഇടുന്നത് മൈലാഞ്ചി ഇല ഇടുന്നുണ്ട്. മൈലാഞ്ചി ഇതാണ് മൈലാഞ്ചി ഇല. ഇച്ചിരി വലിയ, ഇവിടെ ദുബായിലൊക്കെ മൈലാഞ്ചി ഇല എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 2-3 പനിക്കൂർക്കയുടെ ഇല ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 5-8 തണ്ട് കറിവേപ്പില. പിന്നെ ഇത് ഡ്രൈ ആയിട്ടുള്ള താളിച്ചപ്പ് എന്ന് പറഞ്ഞിട്ട്, ഇത് ഞാൻ താളിച്ചപ്പ് ഇവിടെ കിട്ടത്തില്ല, നാട്ടിൽ നിന്ന് ഡ്രൈ ആക്കി കൊണ്ടുവന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ മരമൊക്കെ ഉണ്ട്. പിന്നെ ചെമ്പരത്തി ഇലയും പൂവും എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറ്റാർ വാഴ, ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഇലയൊക്കെ. പിന്നെ മൈലാഞ്ചി ഇല ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണത്. പിന്നെ വെളിച്ചെണ്ണ, 1 ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇവിടെ തണുപ്പായതുകൊണ്ട് അത് ഐസ് പോലെ കട്ട പിടിച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണ. ഒരു രക്ഷയില്ല. നല്ല ചൂട് വെള്ളത്തിലിട്ടിട്ട് അത് അലിച്ചെടുക്കാൻ പറ്റുള്ളൂ. വെളിച്ചെണ്ണ ഒരു മിക്സിയിൽ, ഇലയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ അരക്കുന്നത് മിക്സിയിൽ. വെള്ളമൊന്നുമല്ല, വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് ഇങ്ങനെ അരപ്പാക്കി എടുക്കണം. ഒരു 3 സെക്കൻഡൊന്നും അടിച്ചിട്ട് എടുത്തതാണ് മിക്സിയിലിട്ടിട്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഇരുമ്പ് ചട്ടിയാണ്. ഇരുമ്പ് ചട്ടിയിൽ ഞാൻ 1 ലിറ്ററോളം തേങ്ങെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പ് അതിൽ ഒഴിക്കുക. തീ ഒട്ടും കൂട്ടി വെക്കരുത്. എണ്ണ ചൂടായ പിന്നെ തീ കുറച്ച് വെക്കുക. എന്നിട്ട് എല്ലാം അതിൽ ഒഴിച്ചു കൊടുക്കുക. തവി കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഈ അരപ്പ് പച്ച കളറിൽ തന്നെ എണ്ണ ഊറ്റിയെടുക്കണം, അല്ലെങ്കിൽ കറുത്ത് പോവും. എണ്ണയുടെ കളർ കറുപ്പ് കളറായി പോവും. ഈ ഒരു പരുവത്തിൽ ഇത്രയും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഡ്രൈ ആവുന്നത് വരെ മാത്രമേ ഞാൻ വെക്കാറൂ. ഇതുവരെ ഈ ഒരു ലെവലിലാണ് ഞാൻ എണ്ണ കാച്ചാറുണ്ട്. പിന്നെ ഞാൻ തീ ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ട് അരിപ്പയിൽ അരിച്ചെടുക്കും. അല്ല, ഈ ഒരു രീതി മതി. ഇത്രയും ഒത്തിരി ഡ്രൈ ആയി പോയാൽ എണ്ണയുടെ കളർ മാറും. ഇപ്പം നല്ല ഗ്രീൻ കളറായിട്ടാണ് എണ്ണ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അത്രയാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. എനിക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഈ എണ്ണയാണ്. പിന്നെ ഇതൊരു ഭരണിയിലാക്കിയിട്ട്, ഇതിപ്പോൾ കാണുമ്പോൾ കറുപ്പ് കളർ, പക്ഷേ ഇത് കറുപ്പ് കളറല്ല. എണ്ണയ്ക്ക് നല്ല ഡാർക്ക് പച്ച കളറാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കറുപ്പടിച്ച് കാണുന്നത്. ഇത് എടുത്ത് ഞാൻ കാണിക്കാം. ഇതുപോലത്തെ നല്ല ഗ്രീൻ കളറാണ് ഇതിന്. നല്ല എണ്ണയാണിത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഓയിൽ ഞാൻ ഉപയോഗിക്കുന്നത് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയിൽ തേച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് കഴുകാവുന്നതാണ്.